അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ മുസാബക്ക പരിശീലനം അതിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ ഒരു മദ്രസയായിരിക്കും ചേരുക. ഒരു മദ്രസയിലെ ഒരു ഉസ്താദിനെ നമ്മൾ ചേർക്കും. ആ ഉസ്താദ് ആ മദ്രസയിലുള്ള മുസാബക്കക്ക് റേഞ്ചിലേക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, അത് എത്ര മത്സരങ്ങളുണ്ടോ ആ മത്സരങ്ങളിലേക്കൊക്കെ അതാത് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഉസ്താദിനെ നമ്മൾ ആഡ് ചെയ്തു. ആ ഉസ്താദ് മദ്രസയിലുള്ള ഏതൊക്കെ വിദ്യാർത്ഥികളുണ്ടോ ആ വിദ്യാർത്ഥികളൊക്കെ അതാത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതായത് റേഞ്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ. അതിന് ശേഷമാണ് നമ്മൾ ഓരോ പരിശീലനങ്ങൾ നൽകുക. അതിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഫോം നൽകും. പരിശീലനം നൽകാൻ കൃത്യമായിട്ട് ഒരു എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികൾക്കും ഇപ്പോൾ എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികൾക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫോം. അത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ്. അത് കൃത്യമായ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മുതൽ ഇത്ര ദിവസം വരെ ഇത്ര കാര്യങ്ങൾ തീരണം എന്നതൊക്കെ. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുക, നമ്മൾ അവർക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു ചിത്രരചനയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ച ചെയ്യേണ്ടത്. പിന്നെ അതിലിപ്പോൾ ചില വർക്കുകൾ ഉസ്താദിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറയും. അതായത് ഓരോ മദ്രസയിൽ നിന്നും ആ ചേർത്തുന്ന ഉസ്താദ്, അതായത് മുസാബക്കൻ്റെ നേതൃത്വമുള്ള ആ ഒരു ഉസ്താദ് ആ ഉസ്താദിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസയിൽ വ്യത്യസ്തമായി തിരിക്കണമെങ്കിൽ തിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് കൊടുത്തിട്ട് നിങ്ങളാണ് അത് വാല്യുവേഷൻ ചെയ്യേണ്ടി വരിക. കാരണം കുട്ടികളെ കൊണ്ട് അതിൻ്റെ ഓരോ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കൽ പൊതുവേ ചെയ്യിപ്പിക്കുമെങ്കിലും അത് നോക്കലും കാര്യങ്ങളൊക്കെ മദ്രസയിൽ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും. അപ്പോഴാണ് ഒന്നും കൂടി എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ ഈ ഒരു ഫോമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ രീതി, അതിൽ ഓരോന്നും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഖിറാഅത്ത്, അതിൽ ഉച്ചാരണ ശുദ്ധി, തജ്വീദ്, ഇതൊക്കെയാണ് നമ്മളെ മുസാബക്കൻ്റെ മാനുവലിൽ അതിനെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇത് ഓരോന്നും എങ്ങനെ പരിശീലിപ്പിക്കണം. അപ്പോൾ തജ്വീദ്, ഉച്ചാരണ ശുദ്ധി ശരിയാവാൻ എങ്ങനെ പരിശീലിക്കണം അത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ഈ ശബ്ദം, ശൈലി, ഇതൊക്കെ പരിശീലിക്കാൻ എങ്ങനെ ഇതാകണം, അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഓരോ ആഴ്ചയും ഇപ്പോൾ എത്ര ദിവസം 5 ദിവസം ഇടവിട്ടിട്ട് ഓഗസ്റ്റ് 20 മുതൽ 25 തീയതി വരെ. അപ്പോൾ 25 തീയതി കുട്ടി ഈ ഫോം ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫോം കൊണ്ട് കുട്ടി നമ്മൾ മദ്രസയിൽ വന്നിട്ട് അവർ ചെയ്ത വർക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ 5 ദിവസവും കൃത്യമായിട്ട് അവനവൻ്റെ ഉസ്താദ്, ആ മെൻറ്റർ കൃത്യമായി നോക്കുകയും അങ്ങനെയുള്ളൊരു പരിശീലന രീതിയാണ് നമ്മളിതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ വിഷയത്തിലും അതിൽ ഒരു എക്സ്പേർട്ടുകളായ, ഉദാഹരണം ചിത്രരചനൻ്റെ മേഖലകളിൽ, കാലിഗ്രഫിയുടെ മേഖലയിൽ അതിലൊരു എക്സ്പേർട്ടായ ഒരു ഉസ്താദായിരിക്കും ക്ലാസ് എടുക്കുക. അതുപോലെ എസ്സേ റൈറ്റിംഗ്, എഴുത്ത് വിഭാഗം, അതിൻ്റെ ഒരു എക്സ്പേർട്ടായ ഉസ്താദുമാരായിരിക്കും ക്ലാസ് എടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ രീതി പോവുക. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യണത്, നമ്മുടെ ഒരു ഉസ്താദാവുമല്ലോ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. ആ ഒരു ഉസ്താദിനെ നമ്മളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. നമ്മളൊരു മൊത്തത്തിലുള്ള ഈ ഗ്രൂപ്പുകളുടെയൊക്കെ ലിങ്ക് ആ ഉസ്താദിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഉസ്താദിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഉദാഹരണം വിജ്ഞാന വിഭാഗം, അതിലിപ്പോൾ അതിൽ ഉണ്ടാവുക നമ്മളിപ്പോൾ ഈ ക്വിസ് മത്സരം, അത് ഈ ജൂനിയർ, സീനിയർ, അങ്ങനെ എല്ലാ വിജ്ഞാന ക്വിസിൻ്റെ വിഭാഗങ്ങളെല്ലാം അതിലുണ്ടാവും. പിന്നെ അതുപോലെ പദപ്പേറ്റ് അങ്ങനത്തെ വിഭാഗം അതിൽ. പിന്നെ കയ്യെഴുത്തുമായി ബന്ധപ്പെട്ട ജൂനിയർ, സീനിയർ, അതിനൊക്കെ ആ ഗ്രൂപ്പിലാണ് ആഡ് ചെയ്യേണ്ടി വരിക. പിന്നെ പ്രസംഗത്തിന് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പ്രസംഗം നമ്മൾ ഇങ്ങനെ പരിശീലിപ്പിക്കൽ നടക്കില്ല. നമുക്ക് അവർക്കുള്ള ചെറിയ ഉപദേശങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കാര്യം മാത്രമേ നടക്കുള്ളൂ. അത് കാരണം പ്രസംഗം അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട രീതി കാര്യങ്ങളായിരിക്കും. അത് നമ്മൾക്ക് ആ ഫോം അവർക്ക് കൊടുക്കാനുണ്ട്. കാരണം പ്രസംഗത്തിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ആഴ്ചയും വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതേമാതിരി ചിത്രരചന. ഇപ്പോൾ ചിത്രരചന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഓഗസ്റ്റ് 5 മുതൽ അതിന് എത്ര വർക്കുകൾ നമ്മൾ കൊടുക്കും, ഇന്ന വർക്കുകളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ. പിന്നെ അങ്ങനെ ഓരോ രചനാ വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ എസ്സേ റൈറ്റിംഗ്, അതുപോലെ നാനോ ലിറ്ററേച്ചർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതെന്താണ് എന്നും അതിലുള്ള അപ്പോൾ ഇന്ന ദിവസം ഈ ഒരു വിഷയത്തിൽ ഇന്ന വർക്ക് ചെയ്യണം, ഇന്ന വിഷയത്തിൽ ഇന്ന വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ലേഖനം എഴുതണം എന്നോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു രീതി. പിന്നെ അതുപോലെ ഗാനവും അതുപോലെ തന്നെയാണ് നമ്മൾ പ്രസംഗത്തിന് പറഞ്ഞതുപോലെ. കാരണം ഓരോ കുട്ടീൻ്റെ ശബ്ദശൈലിയും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു രൂപത്തിലുള്ള ഒരു പരിമിതി ഉണ്ട്. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഗാനം എടുത്തു കൊടുക്കുക എന്നിട്ട് അവർ തന്നെ ചെയ്യുക എന്നതുപരി ആ ഉസ്താദുമാർ ഗാനം എടുത്തു കൊടുത്തിട്ട്
നമ്മൾ ഇന്ന രൂപത്തിലൊക്കെയാണ് വേണ്ടത് എന്നുള്ള രൂപത്തിലായിരിക്കും പ്രസംഗത്തിൻ്റെയും ഗാനത്തിൻ്റെയും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാളും കൂടുതൽ വേണ്ടത് അവരെ മദ്രസയിൽ നിന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് ചൊല്ലിപ്പിക്കുക, അതുപോലെ ആംഗ്യം കാണിപ്പിക്കുക, കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടി വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇൻഷാ അല്ലാ.